20കാരിയായ ബംഗ്ലാദേശ് സ്വദേശിനിയെ കൊച്ചിയിൽ കടുത്ത ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പെൺവാണിഭ സംഘം പിടിയിൽ. എളമക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ത്രീകൾ ഉൾപ്പെട്ട സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിൽ എത്തിച്ച പെൺകുട്ടിയെ നിരവധി പേർക്ക് കാഴ്ചവെച്ചു. ബംഗ്ലാദേശിൽ നിന്നും 12ാം വയസ്സിൽ ഇന്ത്യയിലെത്തിയ കുട്ടിയെ സംഘം തട്ടിയെടുത്തു. ബംഗളൂരു, കൊച്ചി ഉൾപ്പെടെ വ്യാപിച്ചു കിടക്കുന്ന വൻ സെക്സ് റാക്കറ്റ് കഴിഞ്ഞ 8 വർഷം പെൺകുട്ടിയെ പലർക്കും മുന്നിൽ കാഴ്ചവെച്ചു. റാക്കറ്റിലെ മുഖ്യകണ്ണികളായ ജഗത, ശ്യാം, സെറീന എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരുവിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് സെറീനയാണ്. ജഗതയാണ് കൊച്ചിയിലെ റാക്കറ്റിന്റെ നിയന്ത്രണം. പെൺകുട്ടിയെ ആദ്യം കെട്ടുന്നത് ശ്യാമിന്റെ കയ്യിലാണ്. ലോക്ഡൌൺ കാലത്തടക്കം വർഷങ്ങളോളം ശ്യാം പല പ്രമുഖർക്കും കാഴ്ചവെച്ചു. ഒരു ദിവസം 7 പേർ വരെ എത്തിയിട്ടുണ്ടെന്ന് പെൺകുട്ടിയുടെ മൊഴി. പിന്നീട് ബംഗളൂരുവിലെ റാക്കറ്റായ സെറീനയ്ക്ക് കൈമാറി. സെറീനയും പലർക്കും മുന്നിൽ പെൺകുട്ടിയെ കാഴ്ചവെച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് കൊച്ചിയിൽ ജഗതയുടെ കയ്യിലേക്ക് എത്തിയത്. എളമക്കരയിൽ 20ഓളം പേരുടെ മുന്നിൽ പെൺകുട്ടിയെ ജഗത കാഴ്ചവെച്ചു. എളമക്കര പോലീസിന്റെ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തായത്. ഇവരെ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും രേഷ്മ, ഇതിൽ പ്രധാനമായും കാണേണ്ടത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ എളമക്കര പോലീസ് കൈമാറുന്നതെന്നുള്ളതാണ്. അതായത് ഈ 20കാരി നേരത്തെ 12ാമത്തെ വയസ്സിലാണ് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത് ബംഗ്ലാദേശിൽ നിന്ന്. അവിടെ പരമദാരിദ്ര്യം കാരണം അതിജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് ഇവിടെ ജീവിതം കരിപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. അങ്ങനെ എത്തിയതിനു ശേഷം ഈ സെക്സ് റാക്കറ്റ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു. പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു. അതിനുശേഷം ബംഗളൂരിൽ എത്തിക്കുന്നു. കഴിഞ്ഞ മാസമാണ് ബംഗളൂരിൽ എത്തിച്ചത്. അങ്ങനെ ബംഗളൂരിൽ എത്തിച്ചപ്പോഴാണ് ഇപ്പോൾ അറസ്റ്റിലായ ഈ സെറീനയുമായിട്ട് പരിചയത്തിലാകുന്നത്. അങ്ങനെ സെറീന ഈ പെൺകുട്ടിയെ വീണ്ടും, അതായത് ബംഗളൂരുവിൽ വെച്ചും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ ശേഷം വീണ്ടും എളമക്കരയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ എളമക്കരയിലെ പെൺവാണിഭ സംഘത്തിന് കൈമാറുകയും പെൺവാണിഭ സംഘം ഈ പെൺകുട്ടിയെ 20ഓളം പേർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു എന്നുള്ള കണ്ടെത്തലിലേക്കാണ് എളമക്കര പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, അതൊരു രഹസ്യ വിവരം പോലീസിന് ലഭിക്കുന്നു. അങ്ങനെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ 3 പേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബംഗളൂരു സ്വദേശിയായ സെറീന, തിരുവനന്തപുരം സ്വദേശി ജഗിത, എറണാകുളം സ്വദേശി ബിബിൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇനി പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ 2 വനിതകളാണ് ഈ പെൺവാണിഭ സംഘത്തെ നയിച്ചിരുന്നത് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഇവരെ കൺട്രോൾ ചെയ്തിരുന്ന, ഇവരെ നിയന്ത്രിച്ചിരുന്ന മറ്റേതെങ്കിലും ആളുകളുണ്ടോ എന്നുള്ളതാണ്. അവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയാണ് ഇപ്പോൾ എളമക്കര പോലീസ് നൽകുന്നത്. അതായത് ശരൺ പറയുന്നത് ഈ കണ്ണികൾ മാത്രമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയും. കാരണം പോലീസ് തന്നെ പറയുന്നത് എത്ര വ്യാപ്തിയുള്ളൊരു സംഭവമാണെന്നുള്ളത് ഇനിയും വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ 12ാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടി എത്തി ഏകദേശം 8 വർഷത്തോളമാണ് ഈ പെൺകുട്ടി പല്ലലിലൂടെ ഇങ്ങനെ പലയും കൈമാറി പോകുന്നത്. അങ്ങനെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നത്. അതിനുശേഷമാണ് ബംഗളൂരിലേക്ക് എത്തുകയും ഈ സെറീനെ പരിചയപ്പെടുകയും ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ സെക്സ് റാക്കറ്റുകൾ ഈ പെൺകുട്ടിയെ കൈമാറുകയായിരുന്നോ എന്നുള്ള വലിയ സംശയവും പോലീസിന് ഉണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാം തന്നെ കണ്ടെത്തേണ്ടത് വിശദമായ അന്വേഷണത്തിലൂടെയാണ്. ഇപ്പോൾ നടത്തിയ ഒരു പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ 3 പേരും അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു സൂചന തന്നെയാണ് പോലീസിനുള്ളത്. എളമക്കര പോലീസ് മറ്റ് സംസ്ഥാനങ്ങളുടെ സഹായം കൂടി തേടിക്കൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.